നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ മഞ്ഞുകാലം അല്ലെങ്കിൽ നമുക്ക് തണുപ്പ് കാലമായി കഴിഞ്ഞാൽ സാധാരണ മുടികൊഴിച്ചിലുള്ളതിൽ നിന്നും കുറച്ചും കൂടെ കൂടുതൽ മുടികൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മുടികൊഴിച്ചിൽ നമുക്ക് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് പൊടിക്കൈകൾ ചെയ്തു, ഒരുപാട് ടിപ്സ് ചെയ്തു, അതുപോലെ ഒരുപാട് പാക്സ് ഇട്ടു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ടൊന്നും ശരിയാകുന്നില്ല എങ്കിൽ ഇന്നത്തെ വീഡിയോ ഒരുപക്ഷെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് മുടികൊഴിച്ചിൽ ഒരു പരിധി വരെ ഈ ഒരു വിൻ്ററിൽ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. ഒന്ന്, ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കാരണം കണ്ടുപിടിക്കലാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. പലർക്കും പല കാരണമാണ്. അതായത് ഓരോ പ്രദേശത്തിനനുസരിച്ച്, ഓരോ ക്ലൈമറ്റിനനുസരിച്ച്, ഓരോരുത്തരുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ചൊക്കെ ഇതിന് വ്യത്യാസം വരാം. പക്ഷേ ഈ തണുപ്പ് കാലത്ത് വരുന്ന, ശൈത്യകാലത്ത് വരുന്ന ഒരു മുടികൊഴിച്ചിൽ എന്ന് പറയുന്നത് പൊതുവെ ഈ ഒരു ക്ലൈമറ്റിൻ്റെ ചേഞ്ച് കാരണം വരാറുണ്ട്. അതായത് മിക്കവാറും ഈ തണുപ്പ് കൂടുമ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്തിറങ്ങാതിരിക്കുക. അപ്പോൾ വൈറ്റമിൻ ഡി ഒക്കെ നമുക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നം നമുക്ക് കാണാറില്ല. എങ്കിലും പൊതുവെ വൈറ്റമിൻ ഡി കുറയുന്നത് നമ്മുടെ മുടി കൊഴിച്ചിലിന് ഒരു വലിയ കാരണമാണ്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കമ്പിളി ഉപയോഗിക്കുക, സ്വെറ്റർ ഉപയോഗിക്കുക, മഫ്ലേഴ്സ് ഉപയോഗിക്കുക, സ്കാർഫ് ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ നമ്മുടെ മുടി ഒന്ന് പൊട്ടി പോകാനും അതുപോലെ തന്നെ ഇങ്ങനെ അറ്റം വിളർന്നു പോകാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ മുടി മുറിഞ്ഞ് പൊട്ടി താഴെ കിടക്കുന്നു എന്ന് മിക്കവാറും ആൾക്കാർ പറയാറുണ്ട്. അതുപോലെ ഈ തണുപ്പ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ തലയിൽ എണ്ണമയത്തിൻ്റെ ഒരു സെക്രീഷൻ കുറയും. അപ്പോൾ ഈ കുറയുന്നതിനനുസരിച്ച് നമുക്ക് തലയിൽ ഈ പറഞ്ഞ പോലെ ഡ്രൈ ആയിട്ടിങ്ങനെ നമ്മൾ താരൻ എന്ന് പറയുന്ന ഒരു ഡ്രൈ സ്കാൽപ്പ്, അതിൽ നിന്നുള്ള ഇച്ചിങ് ഉണ്ടാവും. അതുപോലെ തന്നെ മുടി തന്നെ ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ മുടി കൊഴിച്ചിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പറ്റുന്നത്? ഇതൊക്കെ ഈ വിൻ്ററിൽ പൊതുവേ കൂടുതൽ. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആ ഒരു വർഷം വളർത്തിയെടുക്കുന്ന മുടി നമുക്ക് നവംബർ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന ചില പ്രതിരോധ മാർഗ്ഗങ്ങളാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്രയും നാൾ നമ്മൾ ഡയറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉഴപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നവംബർ ഡിസംബർ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ജാനുവരി ആ ഒരു ടൈം ആവുന്ന സമയത്ത് ആ ഉഴപ്പൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. എന്താ നമ്മുടെ മുടിക്ക് ആവശ്യമുള്ളത്? പ്രോട്ടീനാണ്. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ചോദിക്കും, ബയോട്ടിൻ കഴിച്ചാൽ പോരെ, നമ്മൾ ഗമ്മീസ് കഴിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കും. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ആർക്കും ഇത് അങ്ങോട്ട് മനസ്സിലാവാത്ത പോലെയാണ് മിക്കവാറും ആൾക്കാർ സപ്ലിമെൻറ്റ്സ് എടുക്കട്ടെ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ സപ്ലിമെൻറ്റ്സ് എടുത്തിട്ട് മുടി വളരാതാവുമ്പോഴാണ് എല്ലാ ആൾക്കാർക്കും ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രോട്ടീൻ എടുക്കുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ സോഴ്സ് എന്നുള്ള പ്രോട്ടീൻ എടുക്കുക. അതായത് ഇപ്പോൾ പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ, ഇപ്പോൾ വെജിറ്റേറിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പയറ് വരും, അതിനകത്ത് ചെറുപയർ വരും, വൻപയർ, അതുപോലെ തന്നെ പ്രോട്ടീനകത്ത് മറ്റ് കടല, പരിപ്പ് വർഗ്ഗങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന്, ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. കാരണം ശരീരത്തിന് എടുത്തതിൻ്റെ ബാക്കി പ്രോട്ടീൻ മാത്രമേ മുടിയുടെ വളർച്ചയ്ക്ക് കൊടുക്കുകയുള്ളൂ, നമ്മൾ എത്ര എടുത്താലും. അപ്പോൾ അതുകൊണ്ട് എടുക്കുന്നതോ വളരെ കുറച്ച്, അത് ശരീരത്തിൽ യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം മുടിക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പ്രോട്ടീൻ എടുക്കുന്നതിൻ്റെ അളവ് കൂട്ടണം. അതായത് ഇപ്പോൾ മിക്കവാറും ആൾക്കാർ പറയുന്നത് ഒരു സ്പൂൺ കഴിക്കും, കറിയൊക്കെ അങ്ങനെയാണ് കഴിക്കുന്നത് മിക്കവാറും. അപ്പോൾ അതിന് ഒരു മാറ്റം വരണം. നമ്മൾ കുറച്ചധികം കറി എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു സാധാരണ ചായക്കപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ, ഒരു ഇടത്തരം ചായക്കപ്പിനകത്ത് എടുക്കുകയാണെങ്കിൽ ഒരു 1/4 കപ്പെങ്കിലും നമ്മൾ ഒരു കറി കഴിക്കാനായിട്ട് നോക്കുക എന്ന് പറയും ഒരു നേരം. അപ്പോൾ അങ്ങനെ ഒരു 3 നേരമോ 2 നേരമോ ഒക്കെ കഴിച്ചാൽ മാത്രമേ നമുക്ക് പ്രോട്ടീൻ്റെ സോഴ്സ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് പയറ്, കടല തീർച്ചയായിട്ടും നമുക്ക് വേണം. പിന്നീട് വേണ്ടത് ഈ ഹൈഡ്രേഷനാണ്. ഈ ഒരു വിൻ്ററിൽ വേണ്ടത് എന്ന് വെച്ചാൽ അധികം വെള്ളം ആരും കുടിക്കില്ല. അഥവാ വെള്ളം കുടിച്ചാൽ ഇതിൻ്റെ അബ്സോർപ്ഷൻ നല്ല രീതിയിൽ വരുത്തണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു ഘടകമാണ് omega-3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഓയിലിൻ്റെ പ്രൊഡക്ഷൻ ഒരു ഒരു ഹാർമോണിയസ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള എല്ലാ ഹെൽത്തിനും വേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കാഴ്ചശക്തി മുതൽ നമ്മുടെ എല്ലുകളുടെയും മസിലിൻ്റെ ഒക്കെ പ്രവർത്തനത്തിന് അത് വളരെ ആവശ്യമാണ് omega-3 എന്ന് പറയുന്നത്. അത് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ് മത്തി, ചാള, അയല പോലുള്ള മീനുകളിനകത്ത്. ഇനി വെജിറ്റേറിയൻസിനാണെന്നുണ്ടെങ്കിൽ സീഡ്സിനകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട്, നട്ട്സിലും അടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ അതിനകത്ത് സീഡ്സ് പറയുമ്പോൾ പംകിൻ പറയാം, നമുക്ക് മെലൻ സീഡ്സ് പറയാം, അതുപോലെ സൺഫ്ലവർ സീഡ്സ് പറയാം, ഫ്ലാക്സ് സീഡ്സ് പറയാം, ഇങ്ങനത്തുള്ള സീഡ്സിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നട്ട്സ് കഴിക്കുന്ന കാര്യം പറയുമ്പോഴും പ്രധാനമായിട്ടും ഒരു പിടി നട്ട്സ് ഏതെങ്കിലും കഴിക്കാനാണ് പറയുന്നത്. ഒരു പിടി എന്ന് പറയുമ്പോൾ ഈ കൊളസ്ട്രോളോ കാര്യങ്ങളോ സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലുള്ളവരൊന്നും ക്യാഷ്യൂനട്ട് നമ്മൾ അധികം അങ്ങനെ പറയാറില്ല. പകരം ബദാം നല്ലൊരു ഓപ്ഷനാണ്, പിസ്ത നല്ലൊരു ഓപ്ഷനാണ്. ബദാമാണ് ഏറ്റവും നന്നായിട്ട് നമ്മൾ പറയാറുള്ളത്. ബാക്കി എല്ലാ നട്ട്സും കഴിക്കാം കേട്ടോ. അതുപോലെ ആപ്രിക്കോട്ട് നല്ലതാണ്, വാൾനട്ട് നല്ലതാണ്. വാൾനട്ടൊക്കെ എല്ലാ രീതിയിലും എല്ലാ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഘടകങ്ങളും അടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാം. പിന്നെ നമ്പറൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നട്ട്സ് എങ്ങനെ കഴിക്കണം എന്നുള്ള വീഡിയോയിലൊക്കെ അതിൻ്റെ എത്ര നമ്പർ കഴിക്കണം എന്നുള്ള ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൊതുവേ എല്ലാ നട്ട്സും കൂടെ ചേർത്തിട്ട് ഒരു പിടി, നമ്മുടെ കൈക്ക് ഒരു പിടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നട്ട് ഒരു പിടി, ഇങ്ങനെയാണ് നട്ട്സിൻ്റെ കണക്ക് വരുന്നത്. പിന്നെ ബയോട്ടിൻ പോലുള്ള കണ്ടൻറ്റ് നമ്മൾ മുട്ടയ്ക്കകത്തൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മുട്ട കഴിക്കുന്നത് എല്ലാ രീതിയിലുള്ള ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. പിന്നെ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഒന്ന് മീനാണ്. മീനിൻ്റെ മീൻ, അതുപോലെ തന്നെ ചിക്കനകത്തും മട്ടനകത്തും ബീഫിനകത്തും ഒക്കെ പ്രോട്ടീനുണ്ട്. അപ്പോൾ ഏറ്റവും സേഫായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഫിഷാണ്. കൊളസ്ട്രോൾ പ്രശ്നം അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റെഡ് മീറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. പക്ഷേ സെഡൻറ്ററി ഒരു ജോലി അങ്ങനെയൊന്നും കാര്യമായ ദേഹാനകം ഇല്ലെങ്കിൽ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ചെറിയ മീനുകളാണ്. അതുപോലെ മീൻ തന്നെ കറി വെച്ച് കഴിക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. മീനിൻ്റെ കഷ്ണം കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഈ പ്രോട്ടീൻ്റെ അളവ് കൂട്ടിയെടുക്കാൻ നല്ലതാണ്. അപ്പോൾ കൂടുതൽ പ്രോട്ടീൻ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇലക്കറികൾ. ഇപ്പോൾ ഈ ഇലക്കറികൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ചീര മാത്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ മിക്കവാറും ചീര മാത്രമല്ല, ചീര, മുരിങ്ങയില ഇത് കോമൺ ആയിട്ട് പറയുമെങ്കിലും അതിന് കൂടെ തന്നെ മല്ലിയില വരാം, അതുപോലെ തന്നെ പാലക്ക് വരാം, അതുപോലെ പുതിനയില വരാം. ഇതൊക്കെ മല്ലിയിലയും പുതിനയിലയും നമ്മൾക്ക് ഒരുപാട് കരിവേപ്പിലയൊക്കെ ഒരുപാട് പറയാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വിഷം അടിച്ച് വരും എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതോ അല്ലെങ്കിൽ നമുക്ക് അത്രയും ഓർഗാനിക്കായിട്ട് കിട്ടുമെങ്കിൽ എല്ലാ കറികളിലും അരച്ച് ചേർക്കുകയാണെങ്കിൽ നമ്മളത് എടുത്ത് കളയില്ല. ആ സത്ത് മുഴുവൻ നമുക്ക് കിട്ടുകയും ചെയ്യും. അത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എല്ലാ മിനറൽസും മൈക്രോ ന്യൂട്രിയൻസും നിറഞ്ഞൊരു നല്ല സോഴ്സാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആഹാരം പാകം ചെയ്യുമ്പോഴും ഈ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സമയത്ത് വെള്ളം കുടിക്കുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ വെള്ളം നന്നായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഈവൻ ദാഹം ഇല്ലെങ്കിൽ പോലും നമ്മൾ അളന്ന് വെച്ചിട്ട് വെള്ളം ഒരു ലിറ്റർ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ അതൊരു 1.5 അങ്ങനെ ഒരു അളന്ന് വെച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോലാണെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം വേണം നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കാൻ. പക്ഷേ ഇന്ന് എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ശരാശരി അത്യാവശ്യം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നോർമൽ രീതിയിൽ പോകുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം അമിതമായിട്ട് ഓയിൽ ഉപയോഗിക്കുന്നതും തീരെ ഓയിൽ ഉപയോഗിക്കാതിരിക്കുന്നതും നമ്മുടെ ഹെയറിന് നല്ലതല്ല. അഥവാ ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, കാരണം ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് സ്കാൽപ്പൊക്കെ, ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് നമ്മൾ ഷാംപൂ ചെയ്ത് കളയുക. അന്ന് തന്നെ തലയിൽ ഷാംപൂ ഇട്ടിട്ട് ഓയിൽ ഇട്ടിരിക്കാൻ പാടില്ല. ഷാംപൂ ഇട്ട് കളയേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഹെയർ പാക്സ്, ഇപ്പം ഹെയർ ഒത്തിരി ഡ്രൈ ആവുന്നെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഹെയർ പാക്സിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് മുടി ഇങ്ങനെ പൊട്ടിപ്പോവാതിരിക്കാൻ, ഡ്രൈ ആവാതിരിക്കാനൊക്കെ നമുക്ക് ഏത് ഹെയർ പാക്ക് ഉപയോഗിക്കാം എന്നുള്ള വീഡിയോ ഉണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇത് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വ്യത്യാസം വരും. പിന്നെ ഉറക്കം, അത് വിൻ്ററിലെന്നല്ല ഏത് സമയത്തായാലും ഉറക്കം കറക്റ്റ് ആയില്ലെങ്കിൽ നന്നായിട്ട് മുടി പൊഴിയും. അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോട്ട് ഷവർ, ഞാനത് പറയാൻ വിട്ടു. കാരണം ഈ തണുപ്പാകുമ്പോഴത്തേക്ക് എല്ലാവരും ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ഒരു പ്രകൃതമുണ്ട്. അപ്പോൾ അങ്ങനെ ചൂടുവെള്ളത്തിൽ നിങ്ങൾ കുളിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ചെയ്യരുത്. ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ഉള്ള മുടി മുഴുവൻ പൊഴിഞ്ഞു പോവും. തലയിൽ നിങ്ങൾ ഒരു കാരണവശാലും ചൂടുവെള്ളം ഒഴിക്കരുത്. അതുപോലെ ദേഹത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ദേഹത്തുള്ള ഓയിലും കൂടെ സ്ട്രിപ്പ് ഓഫ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് ശരീരവും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്.